നല്ല തേങ്ങ ചുട്ടരച്ച ചമ്മന്തി കേൾക്കുമ്പോൾ തന്നെ വായിന്ന് കപ്പലിടുന്നല്ലേ. നല്ല മഴയും അതിൻ്റെ കൂടെ നല്ല കഞ്ഞിയും. ഹോ കുശാലെന്നെ, ഇനി വേറൊന്നും വേണ്ട. ഞാനിവിടെ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ ഞാൻ ചുട്ടെടുക്കുന്നുണ്ട്. ഇതുപോലെ തീയുടെ മേലെ വെച്ചിട്ട് നല്ലപോലെ ചുട്ടെടുക്കുന്നുണ്ട്. പല ആൾക്കാരും ചമ്മന്തി ആക്കുമ്പോൾ ഓരോരു രീതിയിലായിരിക്കും. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ വേറൊരു കറിയും ഒന്നും ആവശ്യമില്ല. നിങ്ങൾ എപ്പോൾ ചമ്മന്തി ഉണ്ടാക്കുമ്പം ഈ രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ടൊന്ന് പറയണേ. ഞാൻ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കാറെന്ന് ഒന്ന് കമൻ്റായിട്ടൊന്ന് പറയണേ. മുറി ഉള്ളി എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വറ്റൽമുളക് ഇതുപോലെ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ വെളുത്തുള്ളി ചുട്ടെടുക്കുന്നില്ല, അതുപോലെ തന്നെ കറിവേപ്പിലയും ചുട്ടെടുക്കുന്നില്ല. അത് നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. ആ തേങ്ങ ഞാൻ നല്ലപോലെ ചരച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഉപ്പും കൂടി ഇടുന്നുണ്ട്. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള ഒരു പുളിയും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതിപ്പം മൊത്തത്തിലൊന്ന് അരച്ചിട്ടെടുക്കുക. അപ്പം ഞാനിപ്പം നമ്മളെ ഈ കല്ലിൽ തന്നെ ഇട്ടിട്ട് അരക്കുന്നുണ്ട്. അപ്പം ഞാനിപ്പം എപ്പോൾ ഉണ്ടാക്കുമ്പോഴും ഈ കല്ലിൽ തന്നെയാണ് ആക്കാറുള്ളത്. അപ്പം ഞാനിപ്പം മിക്സിയിലിട്ടിട്ടൊന്നും അടിക്കാറില്ല. ഇതിലാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും ഒക്കെയാണ്. നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുത്തോളൂ, പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഞാൻ ആക്കുമ്പോൾ ഞാൻ എൻ്റെ രീതിയിൽ ആക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ടും ഇതെന്തായാലും ട്രൈ ചെയ്തിട്ട് നോക്കണം. എന്തായാലും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുന്നതായിരിക്കും. നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുമ്പോൾ നല്ലപോലെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ക്രഷ് ചെയ്ത രൂപത്തിൽ തന്നെ ആയിരിക്കും കിട്ടുന്നത്. അപ്പം അങ്ങനെയാണ് ഏറ്റവും നല്ല ടേസ്റ്റ്. ഞാനിപ്പം ഈ കല്ലിൽ അരക്കുന്ന സമയം ഞാൻ മുഴുവനായിട്ടും അരച്ചെടുത്തിട്ടില്ല. ചെറിയ ചെറിയ തരികളും മുളകിൻ്റെ ഒക്കെ കാണുന്നുണ്ട്. ഞാനിപ്പോൾ ഫസ്റ്റ് ബാച്ച് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ സെക്കൻഡ് ബാച്ച് കൂടി അരച്ചെടുക്കുക. ഇതിൻ്റെ കൂടെ നല്ല കപ്പയും നല്ല കോമ്പിനേഷൻ ആയിരിക്കും ഈ ഒരു ചമ്മന്തിയുടെ കൂടെ. കഞ്ഞി തന്നെ നിർബന്ധമൊന്നുമില്ല. കഞ്ഞിയോ ചോറിൻ്റെ കൂടെ എന്ത് കൂടി നമുക്കിത് കഴിക്കാവുന്നതാണ്. അടിപൊളി ടേസ്റ്റാണ്. ഈ ഒരു തേങ്ങ ചുട്ടരച്ച ചമ്മന്തി ട്രൈ ചെയ്തിട്ട് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കാൻ വേണ്ടി മറക്കല്ലേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കല്ലേ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ കുറേ പേരൊക്കെ എൻ്റെ വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്നാലും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ. അപ്പോൾ എന്താ എല്ലാവരും ഉണ്ടാക്കൂലേ? ഞാൻ എന്തായാലും കഴിക്കാൻ വേണ്ടി പോകുന്നു. അപ്പോൾ ഓക്കെ, ബൈ ബൈ.